ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീതാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മൊമോസും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചില്ലി ഓയിലും തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗള് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മൈദമാവും കോൺഫ്ലവറും മിക്സ് ചെയ്ത് തയ്യാറാക്കാം. ഗോതമ്പ് പൊടിയും മൈദമാവും ചേർത്തും തയ്യാറാക്കാം. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. മാവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഓയിലും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരണം. 1-2 മിനിറ്റ് നമ്മൾ ഇതേപോലെ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനും എല്ലാത്തിനും വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നത്. മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് കുഴച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാവ് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വയ്ക്കാം. ചിക്കനും വേവിച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ബീഫിലും ചിക്കനിലും തയ്യാറാക്കാം. അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. എഗ്ഗിൽ വേണമെങ്കിലും ഇതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ക്യാരറ്റും കുറച്ച് ക്യാബേജും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവിച്ചത് തണുത്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ചിക്കനും കുരുമുളകും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനും കുരുമുളകും ചേർത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വെജിറ്റബിൾസിലും ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുക. സോയാ സോസും ചേർത്ത് മല്ലിയില കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓനിയൻ കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മല്ലിയില ചേർത്താൽ മതി. മല്ലിയിലയും സോയാ സോസും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് 1-2 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഇത് മിക്സായി കിട്ടുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. അതൊന്ന് മിക്സായിട്ട് വരട്ടെ. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷീറ്റ് മൈദമാവിലും തയ്യാറാക്കാം. മൈദമാവും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തും തയ്യാറാക്കാം. ഗോതമ്പ് പൊടിയും മൈദമാവും മിക്സ് ചെയ്തും തയ്യാറാക്കാം. മൈദമാവിൽ മാത്രം തയ്യാറാക്കുമ്പോഴാണ് സൂപ്പർ സോഫ്റ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ നിന്ന് കുറച്ചെടുക്കാം. കുറച്ചല്ല, ഇത്രയും നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്ത് നമുക്കിനി നല്ലതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് 3 ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. പിന്നെ നമ്മൾ ഈ ബാക്കി വരുന്ന മാവും ഇതേപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു ഷീറ്റിൽ നിന്ന് 3 എണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് കട്ടിയുമില്ല, എന്നാൽ തീരെ നൈസുമില്ല. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ നമ്മളിങ്ങനെ പ്ലേറ്റ് എടുത്ത് കൊടുക്കും. സാരിക്കൊക്കെ പ്ലേറ്റ് എടുക്കുന്ന പോലെ ഇതേപോലെ പ്ലേറ്റ് എടുത്ത് ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഫില്ലിങ് നിറയ്ക്കുമ്പോൾ കാണിക്കാം. ഇതുപോലെ ഒന്ന് അകത്താക്കി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അല്ല, ഇതേപോലെ നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാണാമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ. ഇതേപോലെ ഇങ്ങനെ എടുക്കുക, ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. ഇത് ഫുള്ളും നമുക്ക് ഇതേപോലെ പ്ലേറ്റ് എടുക്കാവുന്നതാണ്. മൈദമാവ് വേണ്ടതിന് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ടും കണ്ടോ. ഇതേപോലെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി
അതൊന്നിങ്ങനെ എടുക്കാം, കൂട്ടിപ്പിടിക്കാം. ഫില്ലിങ് പുറത്ത് വരാതെ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. പൂ ഉണക്കിയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് ശകലം അല്പം പ്രസ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടോ, സിമ്പിളാണ്, അതാ കണ്ടോ. അപ്പം നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ആണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓയിലങ്ങ് പെട്ടെന്ന് ഇതായി പോകും. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയായിരുന്നു ആദ്യം ചേർക്കേണ്ടത്, ഞാനത് ഓർത്തില്ല. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോമോസും ചില്ലി ഓയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ള എള്ള് കൂടെ ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്ലെയിം എല്ലാം ഓഫാക്കിയതിന് ശേഷമാണ് ചേർത്തത് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചില്ലി ഓയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോമോസിൻ്റെ കഴിക്കാവുന്നതാണ് കേട്ടോ. മൈദമാവ് മാത്രം ഇഷ്ടമില്ലാത്തവർക്ക് ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊടിയും മൈദമാവും കൂടി മിക്സ് ചെയ്താണ് 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മൈദമാവ് മാത്രം ചേർത്തതും വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേഗം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചില്ലി ഓയിൽ എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇതേപോലെ ഒഴിച്ച് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് ലാസ്റ്റ് ചേർത്ത മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചില്ലി ഫ്ലെക്സ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഇതും കൂട്ടി കഴിക്കണം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.